സിനിമോൾ സതീശൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ 6 വർഷമായിട്ട് പ്രാഥമിക കാര്യങ്ങളെല്ലാം മുറിക്കുള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെയാണ്. ഞങ്ങളെ കൂടാതെ 5 മക്കൾ ഉണ്ട്. 4 പെൺമക്കൾ. അവർ വല്ലപ്പോഴും മാത്രം വരും. എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ കഷ്ടപ്പെട്ട് മടുത്തു. ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്. ഇവർക്ക് സ്നേഹമില്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ എന്ത് ചെയ്യണം? മറുപടി തരണേ. ഇത് നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും. നമ്മൾ ആരെയാണോ കാര്യമായിട്ട് കൊണ്ടുവച്ച് നോക്കുന്നത്, ചിലപ്പോൾ സാഹചര്യവശമായിരിക്കാം, എന്നാലും നമ്മൾ നോക്കുന്ന വ്യക്തികൾക്ക് നമ്മളെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല, വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അകലെ ഇരിക്കുന്ന ആൾക്കാരോട് കുറച്ച് അധികം സ്നേഹമൊക്കെ കാണിക്കുമല്ലേ. അത് പ്രായമായ എല്ലാവർക്കും കോമൺലി വരുന്ന ഒരു പ്രശ്നമാണ് തോന്നുന്നു കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാൻ. പക്ഷേ വയസ്സായി ഒരു പ്രായം എത്തുമ്പോൾ എനിക്കും അത് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. നമ്മൾ നോക്കിയില്ലെങ്കിൽ, നോക്കാത്ത ആളുകൾക്ക് ഒറ്റ ദോഷമേ ഉള്ളൂ പറയും. നോക്കിയില്ല, അത്ര മാത്രമേ ഉള്ളൂ. നോക്കുന്ന ആൾക്കാർക്ക് അനേകം ദോഷങ്ങൾ. അവരങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താലും നോക്കൂ, അടുത്തുള്ള ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ എന്ത് ചെയ്താലും സാധ്യമല്ല. ഭക്ഷണം കൊടുത്ത് മാത്രമേ ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുക. അതും ഏതാനും ചില മണിക്കൂർ നേരത്തേക്ക് മാത്രം അല്ലേ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ മതി എന്ന് പറഞ്ഞേക്കാം. മതി, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയാം. വേറെ എന്ത് കൊടുത്താലും മതി പറയില്ല അത്രേ. നമ്മുടെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് അത്രേ. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്, ഇതെൻ്റെ ഗുരുവായൂരപ്പന് സന്തോഷമാവണേ എന്ന് പറഞ്ഞ് ചെയ്തു നോക്കൂ. അമ്മയെ ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ വരെ അമ്മ റൂമിൽ തന്നെയാണ് ചെയ്യുക പറയുമ്പോൾ അമ്മയുടെ ഇപ്പോൾ 1ഉം 2ഉം ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരൂലേ. അങ്ങനെയൊക്കെ എടുക്കണ സമയത്ത് ഇതെൻ്റെ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനാണ് പറഞ്ഞെടുത്ത് നോക്കൂ. അപ്പോൾ ഇത്ര പൊട്ടൊരു കാര്യം ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനാണ്. ഭഗവാന് ഇതിനെല്ലാം വലിയ കണക്കുണ്ട് കേട്ടോ. ഇല്ലയെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. അമ്മയും അച്ഛനെയും ഒക്കെ നോക്കുന്നതിന് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഇവരുടെ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോയാലും നമ്മളെ ഇവിടെ എത്താൻ പോണില്ല. ഇതൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരാരും നോക്കുന്നില്ലല്ലോ, അവരുടെ അച്ഛനും അല്ലേ, അവരുടെ അമ്മയല്ലേ എന്ന് ചിന്തിക്കണതിന് പകരം നമുക്ക് വേറെ അച്ഛനും നമുക്ക് വേറെ അമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ജന്മത്തിൽ ഒരച്ഛനും ഒരു അമ്മയല്ലേ ഉണ്ടാവുള്ളൂ. മക്കൾ അനേകം പേരുണ്ടാവും, പക്ഷെ അച്ഛനമ്മമാർ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വിചാരിച്ച് നമ്മൾ നോക്കേണ്ടി വരും. നമ്മുടെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മൾ ഇത്തിരി പാവാണെങ്കിൽ എന്തായാലും നമ്മൾ നോക്കേണ്ടി വരില്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകൾ നോക്കി നോക്കി മടുക്കുക എന്നുള്ള അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അതാരെയാണെങ്കിലും നോക്കി നോക്കി മടുക്കുക എന്നുള്ള അവസ്ഥ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താ ഇന്നത് ചെയ്യുകയാണ് ഗുരുവായൂരപ്പ, ഇത് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തോളൂ. അപ്പോൾ എന്താ വെച്ചാൽ ആ മടുപ്പേ ഇല്ലാണ്ടാവും നമുക്ക്.